എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം, ആൻസർ ചെയ്യാനുള്ള ടൈം തരാം, അതിനുശേഷം ആൻസർ പറയുന്നതാണ്. ആൻസർ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു 49 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ലിസ്റ്റ് ഓഫ് ദ ലോങ്സ്റ്റ് സെർവിങ് ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ടേം ലെങ്ത്. അറേഞ്ച് ദ ലിസ്റ്റ് ഓഫ് ലോങ്സ്റ്റ് സെർവിങ് ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ഇൻ ദ ഓർഡർ ഓഫ് ദെയർ ടേം ലെങ്ത്. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ലോങ്സ്റ്റ് സെർവിങ് ആയിട്ടുള്ള ചീഫ് മിനിസ്റ്റേഴ്സ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിട്ടുള്ള ചീഫ് മിനിസ്റ്റേഴ്സിൻ്റെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ഭരണകാലത്തിനനുസരിച്ചിട്ട് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. പവൻകുമാർ ചാംലിംഗ്, നവീൻ പട്നായിക്, ജ്യോതി ബസു. പവൻകുമാർ ചാംലിംഗ്, നവീൻ പട്നായിക്, ജ്യോതി ബസു. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്ലേയിങ് ഇൻ ഹിസ് 500th ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് ഹൂ സ്കോർഡ് എ സെഞ്ചുറി റീസെൻ്റ്ലി. Playing in his 500th international cricket match, who scored a century recently. അതായത് 500ാമത്തെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചിൽ ഇദ്ദേഹം സെഞ്ചുറി നേടി. ആരാണ് ഇദ്ദേഹം? ആൻസർ ഓപ്ഷൻ ബി വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിയാണ് അദ്ദേഹത്തിൻ്റെ 500ാമത്തെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാച്ചിൽ സെഞ്ചുറി നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. PT ഉഷ, ഫാങ്നൻ കോന്യാക്, ഫൗസിയ ഖാൻ ആൻഡ് സുലാറ്റ ഡിയോ ഹാവ് ബീൻ നോമിനേറ്റഡ് ടു ദ പാനൽ ഓഫ് വൈസ് ചെയർപേഴ്സൺസ് ഓഫ് രാജ്യസഭ. ഫാങ്കൻ കോനാക് is the first woman from Nagaland nominated as the vice chairperson of Rajya Sabha. All the women members nominated to the panel are first term parliamentarians. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ആർ കറക്റ്റ്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അടുത്തത്, ദ വെന്യൂ ഓഫ് ഫിഫ വിമൻസ് വേൾഡ് കപ്പ് 2023 ഈസ്. ദ വെന്യൂ ഫോർ ഫിഫ വിമൻസ് വേൾഡ് കപ്പ് 2023 ഈസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ് ആണ്. അതായത് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് 2023 വെന്യൂ ആണ് ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. വിച്ച് യൂറോപ്യൻ കൺട്രി റീസെൻ്റ്ലി ഓണേർഡ് ദ ഇന്ത്യൻ ആർമി ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. വിച്ച് യൂറോപ്യൻ കൺട്രി റീസെൻ്റ്ലി ഓണേർഡ് ദ ഇന്ത്യൻ ആർമി ഫോർ ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇറ്റലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടു പ്രൊട്ടക്റ്റ് ക്രോപ്സ് ഫ്രം സ്ട്രേ ആനിമൽസ് വിച്ച് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച്ഡ് ദ മുഖ്യമന്ത്രി ഖേത് സുരക്ഷാ യോജന. ടു പ്രൊട്ടക്റ്റ് ക്രോപ്സ് ഫ്രം സ്ട്രേ ആനിമൽസ് വിച്ച് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച്ഡ് മുഖ്യമന്ത്രി ഖേത് സുരക്ഷാ യോജന. ആൻസർ ഓപ്ഷൻ ബി ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ് ആൻസർ വരുന്നത്. അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആനിമൽസിൽ നിന്നും ക്രോപ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത ഒരു യോജനയാണ് മുഖ്യമന്ത്രി ഖേത് സുരക്ഷാ യോജന. അത് ആരാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ലാവാസ ഹിൽ സ്റ്റേഷൻ ഈസ് റീസെൻ്റ്ലി ഇൻ ദ ന്യൂസ് ബിക്കോസ്. ലാവാസ ഹിൽ സ്റ്റേഷൻ ഈസ് റീസെൻ്റ്ലി ഇൻ ദ ന്യൂസ് ബിക്കോസ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ലാവാസ ഈസ് ഇന്ത്യാസ് ഫസ്റ്റ് പ്രൈവറ്റ് ഹിൽ സ്റ്റേഷൻ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ NCLT
approved sale of Lavasa Hill Station for rupees 1,800 crore. Lavasa is sold to a Mumbai-based group, the Darwin Platform Infrastructure. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. Who recently has become the second pace bowler to take 600 wickets in Test cricket? Who recently has become the second place bowler to take 600 wickets in the Test cricket? Who recently has become the second pace bowler to take 600 wickets in Test cricket? ആൻസർ ഓപ്ഷൻ ബി ആണ്. സ്റ്റുവാർട്ട് ബ്രോഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹു റിസീവ്ഡ് ദ പ്രസ്റ്റീജിയസ് സ്കോച്ച് ഗോൾഡ് അവാർഡ് അണ്ടർ ദ തീം സ്റ്റേറ്റ് ഓഫ് ഗവേണൻസ് ഇൻ ഇന്ത്യ 2047? Who received the prestigious Scotch Gold Award under the theme State of Governance India 2047? Answer option C, Jammu and Kashmir Rural Livelihood Mission, JKRLM. Jammu and Kashmir Rural Livelihood Mission. അടുത്ത ക്വസ്റ്റ്യൻ. Who has been appointed as the brand ambassador of ICC World Cup 2023? Who has been appointed as the brand ambassador of ICC World Cup 2023? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഷാറൂഖ് ഖാൻ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ദ ഇന്ത്യൻ നേവി ഹാവ് entered into a memorandum of understanding MOU to receive the preserve the Tankai method, which is. Ministry of Culture and the Indian Navy have entered into a memorandum of understanding to revive and preserve the Tankai method, which is. Revive and preserve the Tankai method, which is. Answer option A ആണ്. The 2000-year-old stitched shipbuilding method ആണ്. Okay. The 2000-year-old stitched shipbuilding method. Which state has launched the Shakt Mahila Rin Yojana aims to provide financial assistance to women? Which state has launched the Shakt Mahila Rin Yojana aims to provide financial assistance to women? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹിമാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which country has recently signed a letter of intent with Hindustan Aeronautics Limited HAL to procure light and medium utility helicopter for its armed forces? Which country has recently signed a letter of intent with Hindustan Aeronautics Limited to procure light and medium utility helicopters for its armed forces? ആൻസർ ഓപ്ഷൻ ഡി ആണ്. അർജൻറ്റീനയാണ് വരുന്നത്. ഹു വൺ ദ ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റ് 2023? Who won the Duleep Trophy cricket tournament 2023? Answer option C, South Zone ആണ്. Who has been appointed as the new Managing Director of Life Insurance Corporation of India? Who has been appointed as the new Managing Director of Life Insurance Corporation of India? ആൻസർ ഓപ്ഷൻ ബി ആണ്. സാത്പാൽ ഭാനു. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഹാസ് റീസെൻ്റ്ലി അനൗൺസ്ഡ് ദ
Gramin Awas Nyay Yojana, a new rural housing scheme to provide free housing facility to the poor. Which state has recently announced the Gramin Awas Nyay Yojana, a new rural housing scheme to provide free housing facility to the poor? ആൻസർ ഓപ്ഷൻ എ ആണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ബോളിവുഡ് ആക്ടർ വിൽ ബി ഓണേർഡ് വിത്ത് ദ റൈസിംഗ് ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ഓഫ് ഇന്ത്യൻ സിനിമ അവാർഡ് അറ്റ് ദ 14th ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെലബോൺ IFFM on August 11? Which Bollywood actor will be honored with the Rising Global Superstar of Indian Cinema Award at the 14th Indian Film Festival of Melbourne on August 11? ആൻസർ ഓപ്ഷൻ എ ആണ് കാർത്തിക് ആര്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബുക്ക് നെയിംഡ് പ്രിസം ദ ancestral abode of rainbow released from the rocket launch pad at Satish Dhawan Space Center is written by? The book named Prism, the ancestral abode of rainbow, released from the rocket launch pad at Satish Dhawan Space Center is written by? Answer option B ആണ് വിനോദ് മങ്കരൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സമരത്ത് സ്കീം ഈസ് റിലേറ്റഡ് ടു? സമരത്ത് സ്കീം ഈസ് റിലേറ്റഡ് ടു? ആൻസർ ഓപ്ഷൻ ഡി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. വിച്ച് കൺട്രി സെർവ്ഡ് ആസ് ദ ഹോസ്റ്റ് for the ASEAN Countries Conference on Traditional Medicines held on July 20, 2023? Which country served as the host for the ASEAN Countries Conference on Traditional Medicines held on July 20, 2023? ആൻസർ ഓപ്ഷൻ സി ഇന്ത്യയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The gift presented to the French President Emmanuel Macron by the Indian Prime Minister Narendra Modi during his visit to France is? The gift presented to the French President Emmanuel Macron by the Indian Prime Minister Narendra Modi during his visit to France is? Answer option D ആണ് സാൻഡൽവുഡ് സിതാർ. സാൻഡൽവുഡ് സിതാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. In which country a 3,000-year-old sealed corridor dubbed the Kondos Passageway is discovered by archaeologists? In which country a 3,000-year-old sealed corridor dubbed the Kondos Passageway is discovered by archaeologists? Answer option B പെറു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് എയർപോർട്ട് ഇൻ ഇന്ത്യ ടു ഹാവ് 4 ഓപ്പറേഷണൽ റൺവേസ് ഈസ്? ദ ഫസ്റ്റ് എയർപോർട്ട് ഇൻ ഇന്ത്യ ടു ഹാവ് 4 ഓപ്പറേഷണൽ റൺവേസ് ഈസ്? ആൻസർ ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡൽഹി. ഇന്ദിരാഗാന്ധി International Airport, Delhi. അടുത്തത്. വിച്ച് യൂണിയൻ ടെറിട്ടറി ഹാസ് ലോഞ്ച്ഡ് ദ മൊബൈൽ ടോസ്റ്റ് ആപ്പ് ഫോർ പ്രൊവൈഡിംഗ് മൊബൈൽ ബേസ്ഡ് ഡെലിവറി ഫോർ സിറ്റിസൺ സെൻട്രിക് സർവീസസ്? വിച്ച് യൂണിയൻ ടെറിട്ടറി ഹാസ് ലോഞ്ച്ഡ് ദ മൊബൈൽ ടോസ്റ്റ് ആപ്പ് ഫോർ പ്രൊവൈഡിംഗ് മൊബൈൽ ബേസ്ഡ് ഡെലിവറി ഓഫ് സിറ്റിസൺ സെൻട്രിക് സർവീസസ്? ആൻസർ ഓപ്ഷൻ ബി ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ആൻസർ ഓപ്ഷൻ ബി ജമ്മു ആൻഡ് കാശ്മീർ. അടുത്തത്. ഫിനിഷ് ടെലികോം ഗിയർ മേക്കർ നോക്കിൻ ആൻഡ് ഇന്ത്യാസ് ടെലികോം സെക്ടർ സ്കിൽ കൗൺസിൽ TSSC announced the establishment of a 5G skill development center in?
TSSC announced the establishment of a 5G skill development center in? ആൻസർ ഓപ്ഷൻ സി ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. അടുത്തത് വീനർ സീറ്റങ്, one of the world's oldest newspapers, recently stopped its daily print edition after more than 3 centuries in is published from? Wiener Zeitung, one of the world's oldest newspapers, recently stopped its daily print edition after more than 3 centuries is published from? Answer option A, Australia. അടുത്തത് നാഗ്ലേറിയ ഫൗൾറി, an extremely dangerous microorganism that can cause a fatal brain infection is? Naegleria fowleri, an extremely dangerous microorganism that can cause a fatal brain infection is? ആൻസർ ഓപ്ഷൻ ബി ആണ് അമീബ. അടുത്തത് ദ സെനറ്റ് ഓഫ് വിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഹാസ് പാസ്ഡ് എ ബിൽ സബ്ജക്റ്റ് ടു ദ അപ്രൂവൽ ഓഫ് ദ അസംബ്ലി ജുഡീഷ്യറി കമ്മിറ്റി ടു ഫോർബിഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ? ദ സെനറ്റ് ഓഫ് വിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഹാസ് പാസ്ഡ് എ ബിൽ സബ്ജക്റ്റ് ടു ദ അപ്രൂവൽ ഓഫ് ദ അസംബ്ലി ജുഡീഷ്യറി കമ്മിറ്റി ടു ഫോർബിഡ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ? ആൻസർ ഓപ്ഷൻ സി കാലിഫോർണിയ ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് കൺസർവേഷൻ ഓഫ് ദ മാൻഗ്രൂവ് എക്കോസിസ്റ്റം ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ? ഇന്റർനാഷണൽ ഡേ ഫോർ ദ കൺസർവേഷൻ ഓഫ് ദ മാൻഗ്രൂവ് എക്കോസിസ്റ്റം ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ? ആൻസർ ഓപ്ഷൻ ഡി ജൂലൈ 26. ജൂലൈ 26 ആണ് വരുന്നത്. വേൾഡ്സ് ഫസ്റ്റ് മീഥേൻ ഫ്യൂൽഡ് റോക്കറ്റ് Zuki 2 launched from? World's first methane fueled rocket Zuki 2 is launched from? Answer option D ചൈനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ? വീർ സവർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ? ആൻസർ ഓപ്ഷൻ സി പോർട്ട് ബ്ലെയർ ആണ്. ഓപ്പറേഷൻ ട്രിനേത്ര ഈസ്? ഓപ്പറേഷൻ ട്രിനേത്ര ഈസ്? ഓപ്പറേഷൻ ട്രിനേത്ര ഈസ്? ആൻസർ ഓപ്ഷൻ എ സെർച്ച് ഓപ്പറേഷൻ ടു ട്രാക്ക് ടെററിസ്റ്റ്. ഓപ്പറേഷൻ ത്രിനേത്ര എന്ന് പറഞ്ഞാൽ സെർച്ച് ഓപ്പറേഷൻ ടു ട്രാക്ക് ടെററിസ്റ്റ്. As per the news bulletin of RBI, to become a developed country by 2047, India needs average annual GDP growth at? As per the news bulletin of RBI, to become a developed country by 2047, India needs average annual GDP growth at? ആൻസർ ഓപ്ഷൻ ബി ആണ് 7.6% ആണ്. Which country did recently test an intercontinental ballistic missile? Hwasong, HWASONG 18. Which country did recently test an intercontinental ballistic missile? Hwasong 18. ആൻസർ ഓപ്ഷൻ സി നോർത്ത് കൊറിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, with which Latin American country has India agreed to bilateral exchange of young researchers and startups, particularly in the field of agriculture and biotechnology? With which Latin American country has India agreed to bilateral exchange of young researchers and startups, particularly in the field of agriculture and biotechnology? Answer option D ആണ് Argentina. The government of India has introduced 2 bills in the parliament, the National Dental Commission Bill 2023 and the National Nursing and
Midwifery Commission Bill 2023. Which of the following statement is or are true about the bills? First, the statement, the bills seek to repeal Dentist Act 1948 and Indian Nursing Act 1947. Both the bills have a provision for creating live national registers. The National Dental Commission Bill will make provision for an exit test for dentists. ആൻസർ ഓപ്ഷൻ എ ആണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഗവൺമെൻറ് റീസെൻ്റ്ലി സൈൻഡ് എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ദ ലണ്ടൻ ബേസ്ഡ് ടോണി ബ്ലെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ചേഞ്ച്? വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഗവൺമെൻറ് റീസെൻ്റ്ലി സൈൻഡ് എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ലണ്ടൻ ബേസ്ഡ് ടോണി ബ്ലെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ചേഞ്ച്? ആൻസർ ഓപ്ഷൻ ബി ഒഡീഷയാണ്. അടുത്തത്, ദ വേൾഡ് അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2023 ഹെൽഡ് ഇൻ. ദ വേൾഡ് അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് 2023 ഹെൽഡ് ഇൻ. ആൻസർ ഓപ്ഷൻ സി ജപ്പാൻ. ജോനസ് വിൻഗാൻഡ് who won the 110th edition of the Tour de France, an annual men's multiple stage bicycle race primarily held in France, is from? Jonas Vingegaard, who won the 110th edition of the Tour de France, an annual men's multiple stage bicycle race primarily held in France, is from? ആൻസർ ഓപ്ഷൻ ഡി ഡെൻമാർക്കാണ്. നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ സെലിബ്രേറ്റഡ് ദ കാർഗിൽ വിജയ് ദിവസ് ഓൺ July 26 in honor of the Kargil war fighters. Who was Indian Defence Minister during Kargil war? India celebrated Kargil Vijay Divas on July 26 in honor of the Kargil war fighters. Who was Indian Defence Minister during Kargil war? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജോർജ് ഫെർണാണ്ടസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഫാസ്റ്റ് ബൗളർ സിയാസുർ എസദ് ഇഡ്രസ് has become the first player to take 7 wickets in a men's T20 international he plays for. Answer option D ആണ്, മലേഷ്യ. The ISSF Juniors Shooting World Championships, India's Kamaljit won the gold medal in. In the ISSF Junior Shooting World Championships, India's Kamaljit won the gold medal in. Answer option C, men's individual 50-meter pistol. Prime Minister Narendra Modi inaugurated Gujarat's first greenfield airport at. Prime Minister Narendra Modi inaugurated Gujarat's first greenfield airport at. Answer option A, Hirasar ആണ്. മിഷൻ ശക്തി സ്കൂട്ടർ യോജന. മിഷൻ ശക്തി സ്കൂട്ടർ യോജന ഈസ് ലോഞ്ച്ഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. ആൻസർ ഓപ്ഷൻ ബി ഒഡീഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ കമ്മീഷൻഡ് എ transnational power project at Godda, Jharkhand, where 100% of the generated power is supplied to another nation. The benefited country is. Answer option C, Bangladesh ആണ്. 5th Tiger Reserve of Tamil Nadu is. 5th Tiger Reserve of Tamil Nadu is. ആൻസർ ഓപ്ഷൻ എ ആണ്,
ശ്രീവില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ്. ശ്രീവില്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ്. അടുത്തത് ബാസ്റ്റൈൽ ഡേ ഈസ് ദ നാഷണൽ ഡേ ഓഫ്. ബാസ്റ്റൈൽ ഡേ ഈസ് ദ നാഷണൽ ഡേ ഓഫ്. ആൻസർ ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ്. ഓൺലി ജൂൺ 27, 2023 ഇർഷാദ് അഹമ്മദ് വാസ് അപ്പോയിൻറ്റഡ് ആസ് India's next ambassador to. On July 27, 2023 Irshad Ahmad was appointed as India's next ambassador to. Answer option D Syria ആണ്. Last question. Prabhat Kumar was appointed as India's next High Commissioner to. Prabhat Kumar was appointed as India's next High Commissioner to. Answer option C സൗത്ത് ആഫ്രിക്കയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.